സുരേഷ് ഗോപി സംസാരിക്കുകയാണ്. അതിലേക്ക് എന്താ NSS പറഞ്ഞിരിക്കുന്നത്? NSS എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട്? ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, സമദൂരം എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, എൻ്റെ അടുത്ത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിക്കണ്ടെന്ന് പറയുക. NSS വ്യക്തമാക്കിയിട്ടുണ്ടല്ലേ? ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കാണണം, അനുഗ്രഹം വാങ്ങിക്കണം, അതെൻ്റെ കടമയാണ് സമുദായത്തിലെ ഒരു അംഗം എന്ന നിലയ്ക്ക്. അത് ഞാൻ ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത ആളാണ്. അപ്പോൾ എൻ്റെ ആസ്ഥാനത്ത് വന്ന് ഞാൻ അനുവാദം വാങ്ങി. എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുവെന്ന് ഉറപ്പായിട്ടും. അല്ല, അതൊക്കെ വേണ്ടാത്ത ചോദ്യങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം എപ്പിസോഡ്സ് ഓരോരുത്തർക്ക് സംഭവിക്കും അല്ലേ? എന്തെല്ലാം സംഭവിക്കും. അനുഗ്രഹം തേടി വന്ന സുരേഷ് ഗോപിക്ക് അനുഗ്രഹം ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഉറപ്പായിട്ടും. അതിപ്പോൾ അതിന് രാഷ്ട്രീയവും ഈ പറയുന്ന ഇലക്ഷനും ഒന്നും ഒരു കാരണമല്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി NSS ആസ്ഥാനത്ത് എത്തി. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി PC തോമസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് സുരേഷ് ഗോപി കോട്ടയത്ത് എത്തിയത്. 11:30 പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപിയുടെ റോഡ് ഷോ ആരംഭിക്കും. NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ കണ്ടതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങായിരുന്നു. അപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു.